എൻ്റെ എല്ലാ കേരള നിവാസികൾക്കും കേരളത്തിൽ നിന്ന് പുറത്ത് ജീവിക്കുന്ന എല്ലാ മലയാളികൾക്കും എൻ്റെ നമസ്കാരം. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ, ഡെങ്ക് ഫീവറിനെ പറ്റിയിട്ടേ, പാർട്ട് 1 ആണ്. അത് കാണാൻ ശ്രമിക്കുക. കണ്ടവർ അത് മറ്റവർക്ക് അതിനെ പറ്റിയിട്ട് അതിന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഡെങ്കു ഫീവർ വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇളം ചുടുവെള്ളം കുടിക്കേണ്ടത്. കാരണം അത് കഴിഞ്ഞ വീഡിയോയിലേ എനിക്കത് വിവരിക്കാൻ പറ്റിയില്ലേ. കാരണം വീഡിയോ കുറച്ച് വളരെ നീളം കൂടുതലല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഡെങ്കു ഫീവർ വരുമ്പോൾ അതിന് ലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ ഇളം ചൂടുവെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ കാരണം 1, അതായത് നമ്മൾ വാം ബ്ലഡഡ് ക്രീച്ചേഴ്സാണ്, ഉഷ്മള ജലജീവികളാണ് മനുഷ്യന്മാരെ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഇഷ്ടമായി ചൂടാണ്. ചൂടുള്ള നമ്മുടെ അമ്മമാർ പറയാറില്ലേ, എൻ്റെ അമ്മയും പറയാറുണ്ട്. ഞാനും എൻ്റെ ഏട്ടനും എൻ്റെ പെങ്ങളും ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കുട്ടികളെ വേഗം വാ, ആറും ചൂടാറും അതിന് മുമ്പ് കഴിക്കേ. അപ്പോൾ അതിന് ഉദ്ദേശം അതാണ്. അപ്പോൾ നമ്മുടെ അമ്മമാരും ഒരു തരത്തിൽ ഡോക്ടറാണ്, പക്ഷെ അവർക്കത് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഈ ചൂടുള്ള ആഹാരം കഴിക്കേണ്ടതെന്ന്. പക്ഷെ എങ്കിലും അവർ ജ്ഞാനികളാണ്. നമ്മളവർ ഒരു തരത്തിൽ മക്കളുടെ ഡോക്ടർ തന്നെയാണല്ലോ അമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇളം ചുടുവെള്ളം കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിയിൽ കിഡ്നി ശുദ്ധീകരണം പെട്ടെന്ന് കൂടി. കാരണം കിഡ്നിക്ക് ഈ ചൂടാൻ ഇഷ്ടം. കാരണം അതിൻ്റെ കാർബൺ പാക്കേജാണ്. അപ്പോൾ കാർബൺ പാക്കേജ് എപ്പോഴും ചൂടുമാണ്. അപ്പോൾ ഇളം ചൂടാകുമ്പോൾ പെട്ടെന്ന് ഫിൽറ്ററാകും. അപ്പോൾ ഈ ഡെങ്കു ഫീവറിൻ്റെ വൈറസിൻ്റെ പ്രശ്നം ടോക്സിനൊക്കെ ഉണ്ടായില്ല, അത് പെട്ടെന്ന് പുറത്തുപോയി. യൂറിനേറ്റ് ചെയ്യുമ്പോഴേ മൂത്രമൊഴിക്കുമ്പോഴേ പെട്ടെന്ന് പുറത്തുപോയി. മനസ്സിലായല്ലോ കാര്യം. പിന്നെ രണ്ടാമത്, ഇത് നിങ്ങൾക്ക് ഈ മസിൽ പെയിനുകളൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം ഫീവറൊക്കെ വരുന്നതല്ലേ, നിങ്ങളുടെ ദേഹത്തിന് എനർജി കുറയല്ലേ. അപ്പോൾ മസിൽ പെയിനൊന്ന് ഒന്നൊന്ന് റിലീവ് ചെയ്യണമെങ്കിൽ ഇളം ചൂടുവെള്ളം വളരെ നല്ലതാണ്. കാരണം അത് പെയിൻ കില്ലറാണ്, നാച്ചുറൽ പെയിൻ കില്ലറാണ് ഇളം ചൂടുവെള്ളം. പിന്നെ മസിൽ ക്രാമ്പ് ഉണ്ടാവില്ല. രണ്ടാമത്, പിന്നെ ഈ നിങ്ങൾക്ക് നല്ല ഫീവറൊക്കെ വരുമല്ലോ. ഫീവർ വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് വൈറസിനെ കൊല്ലാനാണല്ലോ ഈ ഫീവർ കൂടുന്നത്. അപ്പോൾ രക്തത്തിനൊരു സപ്പോർട്ടാണ് ഇളം ചൂടുവെള്ളം. പിന്നെ ഈ തലവേദന ഉണ്ടാവും. അപ്പോൾ തലവേദന കുറയ്ക്കണമെങ്കിൽ ഈ ഇളം ചുടുവെള്ളം കുടിക്കുമ്പോൾ ഓക്സിജൻ ബ്രെയിനിലേക്ക് ചെന്നോളും. അപ്പോൾ നിങ്ങൾ തലവേദന കുറച്ചായിട്ട് കുറയുകയും. അപ്പോൾ വളരെ പ്രാധാന്യമായിട്ടുള്ളതാണ് ഈ ഇളം ചുടുവെള്ളം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാലോ ഡെങ്കു ഫീവർ വന്നാലോ 4 ദിവസം ഇളം ചൂടുവെള്ളം ഉപ്പിനോടൊപ്പം കഴിച്ചേ പറ്റൂ. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ പറഞ്ഞു കേട്ടുകയാണ് നമ്മുടെ ഹേമമാലിനി ഡ്രീം ഗേൾ, അവരെപ്പോഴും ഈ ഇളം ചൂടുവെള്ളം കുടിക്കാറുള്ളത്. കാരണം അവർക്ക് അതിനെപ്പറ്റി അറിയാമായിരുന്നു. ഞാനും അതിനെപ്പറ്റി വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്താണ്, എനിക്ക് ഒരു 6-7 വർഷമായിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടുള്ളത്, വെള്ളത്തെ പറ്റിയിട്ട്. കാരണം ഞാൻ ഈ വേൾഡ് വാട്ടർ തെറപ്പി ഡേയുടെ സ്ഥാപകനാണ്. അത് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. അപ്പോൾ ചുടുവെള്ളം കുടിക്കാൻ മറക്കരുത്. ചുരുങ്ങിയതൊരു, കാരണം ഒരു 2 ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം ചെല്ലണേ. ഈ അസുഖം വരുമ്പോഴേ 2-2.5 ലിറ്റർ വെള്ളം ചെല്ലണം. കാരണം അപ്പോഴല്ലേ വിസർജിക്കുള്ളൂ. മൂത്രത്തിലൂടെ പോകുമ്പോഴല്ലേ നിങ്ങളെ വിഷങ്ങളും മറ്റതും മാലിന്യം അതൊക്കെ പുറത്തു പോകണം. പിന്നെ നിങ്ങൾ വൈറ്റ് ബ്ലഡ് സെല്ലിന് സപ്പോർട്ടൊക്കെ വേണേ. മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ്. പിന്നെ രണ്ടാമത്, നിങ്ങൾ ഇളം ചുടുവെള്ളമാകുമ്പോൾ മെല്ലെ മെല്ലെ കുടിക്കുള്ളൂ അല്ലേ. നിങ്ങളുടെ ഈ ഉമിനീരുണ്ടല്ലോ, ഉമിനീരും ആ ഇളം ചുടുവെള്ളം കൊണ്ട് ചേർന്ന് ചെയ്യുമ്പോഴേ അതൊരു നല്ലൊരു ആൽക്കലീൻ എഫക്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ദേഹത്ത് ഗ്യാസ്ട്രിക് പ്രോബ്ലങ്ങളൊന്നും ഇല്ലാതാക്കാം. അപ്പം ആൽക്കലീൻ ആയിക്കഴിഞ്ഞാൽ തന്നെ പകുതി അസുഖം മാറി. അപ്പോൾ മനസ്സിലായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇളം ചുടുവെള്ളം എന്തുകൊണ്ട് കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളും ശ്രദ്ധിക്കുക. കാരണം ഞാനൊരു ടീച്ചറാണ്, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ചിലരൊക്കെ മനസ്സിൽ ഉണ്ടാവുകയും
എന്തുകൊണ്ടാണ് ഈ ചുടുവെള്ളം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ തീർച്ചയായും ഞാൻ ഈ ഉപ്പിനെ പറ്റി സംസാരിക്കാം. കാരണം ചെറിയ ചെറിയ വീഡിയോകളാകുമ്പോഴേ പെട്ടെന്ന് നിങ്ങൾക്കൊക്കെ വളരെ തിരക്ക് പിടിച്ച ജോലിയും അതുമായിട്ട് നടക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് വീഡിയോ കണ്ട മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാലേ അപ്പോൾ നിങ്ങൾക്കതൊരു നല്ലൊരു സന്തോഷമായിരിക്കും, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ ഒരു 3-4 റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും കൂടുതലേ. പിന്നെ വാട്സപ്പിലൂടെയും ഈ ലിങ്ക് അയയ്ക്കുക. കാരണം മലയാളികൾ കൂടുതൽ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേക ഇന്ത്യയിലും. അപ്പോൾ വാട്സപ്പിലൂടെ ഈ ലിങ്ക് പെട്ടെന്ന് അയയ്ക്കുക. എല്ലാവർക്കും ഈ മെസ്സേജ് കിട്ടിക്കോട്ടെ. 4ാമത് പറ്റുമെങ്കിൽ ഫേസ്ബുക്കിലേ ഒന്ന് ടൈപ്പ് ചെയ്യുക, വേൾഡ് വാട്ടർ തെറപ്പി ഡേ. അപ്പോൾ എന്താ ഗുണം, ഞങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ പല പല അസുഖങ്ങളുടെയും അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കേരളത്തിൽ ആൾറെഡി 2-3 പേരുണ്ടല്ലോ, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഡോക്ടർ ഗോപിനാഥൻ പിള്ളൈ, മിസ്റ്റർ പത്മകുമാർ, മിസ്റ്റർ ദീപു തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്.